പെട്ടെന്നൊരു ഉള്ളിവട തിന്നാൻ കൊതിയായി. നാട്ടിലെ പോലെ നല്ല നാടൻ മുരിഞ്ഞ ഉള്ളിവട ഇവിടെ ചെന്നൈയിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 4 സവാള എടുത്ത് വളരെ കനം കുറഞ്ഞരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴിച്ചു വെച്ചു. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഉള്ളിയിൽ നിന്നും നന്നായിട്ട് വെള്ളം വരുന്നത് കാണാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു അര സ്പൂണ് വറുത്ത അരിപ്പൊടി, നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചതച്ചിട്ട് ചേർത്താൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിനൊരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് സവാള, തക്കാളി, ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് ഒരു ഇത്തിരി വെള്ളം കൂട്ടി അരച്ചാൽ മതി. അപ്പോൾ ഉള്ളിവടയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഇനി എന്താ, നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചതെല്ലാം ഉള്ളിവടയുടെ ഷേപ്പിലാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കണം. ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളി വെന്തിട്ടുണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നല്ല മൊരിഞ്ഞ ഉള്ളിവട ചട്നിയും കൂട്ടി കഴിക്കാം.